നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായാൽ പോലും ആരെയും അറിയിക്കാതെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്നവരും വെറുതെ ഇരുന്ന് സമയം കളയുവാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തവരാണ് ഈ അവിട്ടം നക്ഷത്രക്കാർ. മകരം രാശിയിൽ 30 നാഴികയും കുംഭം രാശിയിലാണെങ്കിൽ 30 നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ഈ അവിട്ടം നക്ഷത്രം. അതിൽ മകരം രാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ 6-ാം ഭാവത്തിൽ വ്യാഴം നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണെങ്കിലും ഈശ്വരാനുഗ്രഹത്തോടെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. കാരണം ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വയുടെ അനുകൂല സ്ഥിതിയും ബുധൻ്റെയും സൂര്യൻ്റെയും ശുക്രൻ്റെയും എല്ലാം അനുകൂല സ്ഥിതി മൂലം ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ്. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ഉയർച്ചയ്ക്കും മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. പ്രത്യേകിച്ച് കർമ്മപരമായിട്ട് പരിവർത്തനങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന വിഷയങ്ങളിൽ നല്ല മികവ് പുലർത്തുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും സന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തെ പറയുന്നുണ്ട്. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും മനസ്സന്തോഷവും ഉയർച്ചയും അഭിവൃദ്ധിയും എല്ലാം കാണുന്നുണ്ടെങ്കിലും ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴത്തിന് 6-ാം ഭാവസ്ഥിതി ഉള്ളതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കുംഭം രാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർക്കാണെങ്കിൽ 7.5 ശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ്റെ ഒരു ദൃഷ്ടി അഷ്ടമഭാവത്തേക്ക് വരുന്നുണ്ട്. ജന്മരാശിയിലാണെങ്കിലോ രാഹു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യപരമായിട്ടും ജീവിത അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധ വേണം ഈ മാർച്ച് മാസത്തിൽ. തൊഴിൽപരമായിട്ടാണെങ്കിലോ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതും നിവൃത്തിനാഥനായിരിക്കുന്ന സൂര്യൻ്റെ അനുകൂല സ്ഥിതിയും മൂലം തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ നല്ലൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. 5-ാം ഭാവനാഥനും വിദ്യാമാതുല കാരകനുമായിരിക്കുന്ന ബുധനാണെങ്കിൽ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതും 5-ാം ഭാവത്തിലാണെങ്കിലോ ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. കൂടാതെ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ ഈ മാർച്ച് മാസത്തിൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാർ ഈ ഒരു സമയങ്ങളിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.